അസ്സലാമലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2 ക്യാരറ്റ് കൊണ്ട് ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ സ്റ്റീമറിൽ വെച്ച് നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വയ്ക്കാം. ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം. നല്ല ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉടച്ച ക്യാരറ്റ് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുഴച്ച് നോക്കാം. അതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ മതി. 1/2 കപ്പിൽ നിന്നും കൂടുതൽ, കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ട് എനിക്ക്. നമുക്ക് ഇനി ഒരു ശകലം വീതം ഒരു ചെറിയ ഒരു ഉരുളയാക്കി എടുക്കാം. ഇതുപോലെ ഒന്നാക്കിയെടുക്കാം. ചെറിയ ഒരു ഡിസൈൻ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാമല്ല. ഇതുപോലെ എല്ലാം നമുക്ക് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഇതെടുത്തിട്ട് കൊടുക്കാം. വലിയ വേവൊന്നുമില്ല. ഒരു 5-10 മിനിറ്റിന്റെ വേവേ ഉള്ളൂ. കണ്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം താഴെ കിടന്ന എല്ലാം മേളിലേക്ക് പൊന്തി വന്ന് കണ്ടോ. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരി വേറെ ഒരു വെള്ളത്തിൽ, വേറെ പച്ചവെള്ളത്തിലാണ് നമ്മൾ ഇടുന്നത്. കണ്ടോ, അതിനകത്തോട്ട് കോരിയിടാം. ഈ ബൗളിൽ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 പീസ് വെളുത്തുള്ളി ചതച്ചതൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ തിളപ്പിച്ച് വെച്ചത്, അത് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കാം. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം.
നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.